വെൽക്കം ടു ഹോംവർക്ക് PSC ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് ചേഞ്ച് ആയിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ ഏതെല്ലാം? ആൻസർ സി, 2 മാത്രം. പ്രാചീന മലയാളവും ആദിഭാഷയും ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. അഖിലത്തിരുട്ട് വൈകുണ്ഠസ്വാമിയുടെ കൃതിയാണ്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ എന്ന് പറയുന്നത് ആത്മോപദേശ ശതകം, വൈകുണ്ഠസ്വാമിയുടെ കൃതിയാണ് അഖിലത്തിരുട്ട്, പ്രാചീന മലയാളം ആദിഭാഷ, വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമി. 2, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷ വഹിച്ചത് ആൻസർ ബി ആണ്, ആനി ബസന്റ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാടിൽ വെച്ചിട്ട് വഹിച്ചപ്പോൾ അധ്യക്ഷത ആനി ബസന്റ്. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര്? ആൻസർ എ ആണ്, വിക്രം മിശ്രി. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആൻസർ എ, വിക്രം മിശ്രി. 4, 1904 ഗാന്ധിജി ദർബനിൽ നിന്നും ആരംഭിച്ച പത്രം, അത് ആൻസർ സി ആണ്, ഇന്ത്യൻ ഒപ്പീനിയൻ. 1904 ഗാന്ധിജി ദർബനിൽ നിന്നും ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഇപ്പോൾ ഇന്ത്യൻ ഒപ്പീനിയൻ്റെ കൊല്ലം എന്ന് പറയുന്നത് 1904 ഗാന്ധിജിയാണ്. ദെൻ സംവാദ് കൗമുദി എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയിയുടെ പത്രമാണ്, സംവാദ് കൗമുദി. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക. ആൻസർ എ ആണ്, ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് 1776 പാരീസ് ഉടമ്പടി നടന്നത് 1783 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് 1789. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായതെപ്പോൾ? ആൻസർ എ ആണ്, 1945 ഒക്ടോബർ 30 ഇന്ത്യ അംഗമായത്. 1945 ഒക്ടോബർ 24 UN നിലവിൽ വരുന്നത്. 1925 ഒക്ടോബർ 24 നിലവിൽ വന്നു. 1945 ഒക്ടോബർ 30 ഇന്ത്യ അംഗമായി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, അതായത് റെയിൽവേ കമാനപ്പാലം ഏത് നദിക്ക് മുകളിലാണ്? ആൻസർ ബി ആണ്, ചെനാബ് നദി. കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏത് നദിക്ക് മുകളിലാണ്? ചെനാബ് നദിക്ക്. ജമ്മു കാശ്മീരിലാണ്. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം? ആൻസർ സി ആണ്, ട്രോപ്പോസ്ഫിയർ. നമ്മളൊക്കെ താമസിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ജലബാഷ്പം. അന്തരീക്ഷത്തിലെ 99% ജലബാഷ്പവും ഏറ്റവും താഴത്തെ പാളിയായ ട്രോപ്പോസ്ഫിയറിലാണ്. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എന്ന് പറയുന്നത് NH44 ആണ്. ഇന്ത്യയുടെ ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ നീളുന്ന NH44 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. 10, ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് പർവ്വതനിര? ആൻസർ സി ആണ്, നീലഗിരി കുന്ന്. ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ചോദിച്ചാൽ നീലഗിരി കുന്ന്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? ആൻസർ ബി, ചാണം. ഗോൾഡൻ ഫൈബർ ചാണം. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ആൻസർ ഡി ആണ്, ശരാവതി നദി. ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ കർണാടക. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതിയാണ്, സ്റ്റേറ്റ് കർണാടക. 13, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? ആൻസർ സി ആണ്, 1, 2, 3 ശരിയാണ്. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം ഇവയാണ് ലക്ഷ്യം. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെയാണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനമാണ് ആദ്യ 7 പഞ്ചവത്സര പദ്ധതികളും പ്രാധാന്യം നൽകിയത്. അതായത് 7 5-year പ്ലാൻസും എന്താണ് പ്രാധാന്യം നൽകിയത്? ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിയുള്ള സ്വാശ്രയത്വ സമീപനം. 14, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹൽനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? 1, 2, 3 അതായത് എല്ലാം ശരിയാണ്. PC മഹൽനോബിസ് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. സാംഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതും സാംഖ്യ എന്ന ജേണൽ ആരംഭിച്ചതും PC മഹൽനോബിസ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹൽനോബിസ് ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ
പിതാവ് എന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യയും ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന PC മഹൽനോബിസുമാണ്. അതുപോലെ PC മഹൽനോബിസിൻ്റെ വികസന ആസൂത്രണം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ PC മഹൽനോബിസിൻ്റെ വികസന ആസൂത്രണ നയമാണുള്ളത്. 15 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? 1ഉം 2ഉമാണ് ശരി. ലോകബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ന്യൂ എക്കണോമിക് പോളിസി എങ്ങനെയാണ് വന്നത്? IMFന്റെയും വേൾഡ് ബാങ്കിന്റെയും നിബന്ധന സ്വീകരിച്ചിട്ടാണ് ഇന്ത്യയിൽ ന്യൂ എക്കണോമിക് പോളിസി വരുന്നത്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്, അതായത് LPG. അപ്പോൾ ന്യൂ എക്കണോമിക് പോളിസിയുടെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. 3ാമത്തത് പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത്. അത് തെറ്റാണ്. ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത് അതുവരെ ഇന്ത്യ പിന്തുടർന്നിരുന്നത് ഇറക്കുമതി ബദൽ വ്യാപാര നയമാണ്. അതായത് നമ്മൾ കുറച്ച് മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, 7th 5 ഇയർ പ്ലാൻ വരെ ഇന്ത്യ പറയുന്നത് ഇറക്കുമതി കുറച്ചിട്ട് ഇറക്കുമതി കുറച്ചിട്ട് പകരം ഇറക്കുമതി ചെയ്യേണ്ട പ്രൊഡക്റ്റ് ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ നോക്കിയിട്ടാണ് ഇന്ത്യയുടെ 7 പഞ്ചവത്സര പദ്ധതികൾ നടന്നത്. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയം എന്താ? ഇന്ത്യയിൽ അതുവരെ പിന്തുടർന്നിരുന്ന ഇറക്കുമതി ബദൽ നയത്തിന് പകരമായിട്ട് കൊണ്ടുവന്നതാണ്. അതായത് വ്യാപാരം ഉദാരമാക്കുക എന്ന ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്താ പറയുക, ഇറക്കുമതിനെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്തിട്ടാണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം വന്നത്. അതായത് ഇന്ത്യൻ പ്രൊഡക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇറക്കുമതി ചെയ്യാനും, അതായത് ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം ഒക്കെ നടക്കണമെങ്കിൽ ഇറക്കുമതിയും കൂടി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ന്യൂ എക്കണോമിക് പോളിസി വരുന്നത്. 16 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ 2ഉം 3ഉമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങുക. അതായത് പ്രൈവറ്റൈസേഷനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതലയിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങണം. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ എന്ത് ചെയ്യുക, കുറച്ചൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അതും സ്വകാര്യവൽക്കരണത്തിന് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ. അപ്പോൾ 2ഉം 3ഉം ശരിയാണ്. 1ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലയളവിൽ വൽക്കരണ നയത്തിന് പ്രാധാന്യം നൽകി എന്നത് തെറ്റാണ്. ആദ്യമൊക്കെ ഇന്ത്യ പിന്തുടർന്നത് എങ്ങനെയാ? ഇന്ത്യയിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലല്ലേ വന്നത്. അപ്പോൾ ആൻസർ 2ഉം 3ഉമാണ് ശരി. 17 ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? അത് D ആണ് യോജിക്കാത്തത്. ചെറുകിട വ്യവസായ മേഖലയുടെ പുരോഗതിക്കായി ഉയർന്ന എക്സൈസ് തീരുവയും ഉയർന്ന പലിശ നിരക്കിലുള്ള ബാങ്ക് വായ്പയും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകി. തെറ്റാണ്. കാരണം നമ്മൾ ഗവൺമെന്റ് ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എങ്ങനെയുള്ള വായ്പ നൽകണം? കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകിയാൽ മാത്രമല്ല ചെറുകിട വ്യവസായ തൊഴിലാളികൾക്ക് ആ വായ്പ സ്വീകരിക്കാൻ പറ്റൂ. അവർക്ക് അടക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ പലിശ നിരക്കിൽ വേണം ബാങ്ക് വായ്പ നൽകാൻ. അപ്പോൾ ആൻസർ D തെറ്റാണ്. ചെറുകിട വ്യവസായ മേഖല പുരോഗതിക്കായിട്ട് ഉയർന്ന എക്സൈസ് തീരുവയും ഉയർന്ന പലിശ നിരക്കും ചുമത്താൻ പറ്റില്ല. അവയെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറഞ്ഞ പലിശ നിരക്കുള്ള വായ്പകളാണ് കൊടുക്കേണ്ടത്. പിന്നെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് കാർവേ കമ്മിറ്റി. കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്. 1955 വന്നത്. ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറഞ്ഞ കമ്മിറ്റിയാണ് 1955 കാർവേ കമ്മിറ്റി. 1950 പരമാവധി 5 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റായി പരിഗണിച്ചത്. അപ്പോൾ 1950 എങ്ങനെയുള്ള യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റായി കണ്ടത്? 5 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെ 1950 ചെറുകിട വ്യവസായ യൂണിറ്റായി കണ്ടു. ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുന്നു. 18 താഴെ പറയുന്നവയിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത്? സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആൻസർ D ആണ്, സൈമൺ ജോൺസൺ ആണ്. അദ്ദേഹത്തിന്റെ കൂടെ ഡാരൻ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ ഇവർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത്. ആർക്കൊക്കെയാണ് 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത്? ഡാരൻ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ.
19. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ആൻസർ സി ആണ്, ആർട്ടിക്കിൾ 16(4). 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 16(4) അതായത് എന്താ പറയുക, ആർട്ടിക്കിൾ 16(4) പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെയാണ് ആർട്ടിക്കിൾ 16(6) പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങൾക്കുള്ള, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിനുള്ള 10% സംവരണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 16(6) അത് 103ാം ഭേദഗതി വഴിയാണ് ചേർത്തത്. ആർട്ടിക്കിൾ 16(6) സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാർക്കുള്ളതാണ്. ആർട്ടിക്കിൾ 16(4) എന്ന് പറയുന്നത് ആരുടെ സംവരണമാണ്? പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണവും. 20. താഴെ തന്നിരിക്കുന്നവയിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായത് ഏത്? ആൻസർ ഡി ആണ്, 3 തെറ്റ്. ആൻസർ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് മാൻഡമസ് ആണ്. മാൻഡമസ് എന്ന് വെച്ചാൽ നാം കൽപ്പിക്കുന്നു. എപ്പോഴാണ് കൽപ്പിക്കേണ്ടത്? ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് കർത്തവ്യം ചെയ്യാതിരിക്കുമ്പോൾ ജോലി ചെയ്യാൻ പറയുക, അതായത് കൽപ്പിക്കുന്നു ഈ ജോലി നീ ചെയ്യ്, അതാണ് മാൻഡമസ്. അതായത് നാം കൽപ്പിക്കുന്നു, ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ ചെയ്യുന്നത്. ഇനി കോ വാറന്റോ എന്ന് വെച്ചാൽ എന്തധികാരം? അതായത് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത സ്ഥാനത്തിരിക്കുമ്പോൾ നിനക്കിവിടെ ഇരിക്കാൻ എന്താ അധികാരം ചോദിക്കില്ല, അതാണ് ആ റിട്ടാണ് കോ വാറന്റോ. ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്തിരിക്കുമ്പോൾ എന്തധികാരം എന്ന് പറയുന്ന റിട്ടാണ് കോ വാറന്റോ. സെർഷ്യോറിറ്റി എന്ന് പറയുന്നത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും അതിനെ മേൽക്കോടതിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി ഹൈക്കോടതിയൊക്കെ പുറപ്പെടുപ്പിക്കുന്ന റിട്ടാണ് സെർഷ്യോറിറ്റി. എന്നാൽ പ്രൊഹിബിഷനാണ് ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുമ്പോൾ പുറപ്പെടുപ്പിക്കുന്ന റിട്ട് പ്രൊഹിബിഷനാണ്. എന്നാൽ ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധിക്കപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ പുറപ്പെടുപ്പിക്കുന്ന റിട്ട് പ്രൊഹിബിഷനും. എന്നാൽ ഒരു കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന, അതായത് ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി മേൽക്കോടതികൾ കീഴ്ക്കോടതികളോട് ഒരു കേസ് മേലോട്ടേക്ക് കൈമാറാൻ വേണ്ടി പുറപ്പെടുപ്പിക്കുന്ന റിട്ടാണ് സെർഷ്യോറിറ്റി. എന്നാൽ ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുമ്പോൾ പുറപ്പെടുപ്പിക്കുന്ന റിട്ട് എന്ന് പറയുന്നത് പ്രൊഹിബിഷനാണ്. ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ ശരീരം ഹാജരാക്കുക, അതായത് അനധികൃത തടങ്കലിനെതിരെ പുറപ്പെടുപ്പിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അതായത് ഒരു സ്വകാര്യ വ്യക്തിയോ അല്ലെങ്കിൽ പൊതു അധികാരികളോ ആരെങ്കിലുമൊക്കെ ഒരു വ്യക്തിനെ തടങ്കലിൽ വെക്കുകയാണെങ്കിൽ കോടതിയിൽ നിന്നും ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ആളെ ഹാജരാക്കണം. അതാണ് ശരീരം ഹാജരാക്കുക എന്ന മീനിങ്ങിലാണ് ഹേബിയസ് കോർപ്പസ് വരുന്നത്. അപ്പോൾ ആൻസർ ഡി ആണ്, സെർഷ്യോറിറ്റി ആണ് തെറ്റ്. സെർഷ്യോറിറ്റി എന്ന് പറയുന്നത് മേൽക്കോടതിക്ക് കീഴ്ക്കോടതി ഒരു കേസ് കൈമാറാൻ വേണ്ടിയിട്ട് മേൽക്കോടതി പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ്. 21. ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അപ്പോൾ ലക്ഷ്യപ്രമേയം അത്ര ഇമ്പോർട്ടൻ്റ് ആയത് അതുകൊണ്ട് തന്നെയാണ്. ആൻസർ ജവഹർലാൽ നെഹ്റു. 22. ഇന്ത്യയിൽ ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ആൻസർ എന്ന് പറയുന്നത് ഉമ്പക്കേട്ടി എന്നുള്ള കോഡ് വെച്ചിട്ടാണ് നമ്മളിത് പഠിക്കേണ്ടത്. ആൻസർ സി ആണ്, ഉത്തർപ്രദേശും തെലുങ്കാനയും. അപ്പോൾ ഉമ്പക്കേട്ടിയിലാണ് ഇന്ത്യയിലെ ദ്വിമണ്ഡല നിയമസഭകളിലുള്ള സംസ്ഥാനങ്ങളുള്ളത്. ഉമ്പക്കേട്ടിയിൽ യു ഫോർ ഉത്തർപ്രദേശ് ആണ്, എം ഫോർ മഹാരാഷ്ട്ര, ബി ഫോർ ബീഹാർ, എ ഫോർ ആന്ധ്രാപ്രദേശ്, കെ ഫോർ കർണാടക, ടി ഫോർ തെലങ്കാന. കൂടുതലും നമ്മുടെ സൗത്ത് സ്റ്റേറ്റ്സ് ആണ്. ഇൻ കേസ് നമുക്ക് ഉമ്പക്കേട്ടിയിലെ എ ആന്ധ്രാപ്രദേശ് ഉണ്ട്, ആസാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് വരാണ്. നമ്മൾ കൂടുതലും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലാണ് ഈ ദ്വിമണ്ഡല നിയമസഭകൾ കൂടുതലായിട്ടുള്ളത്. അതിൽ യു എന്ന് പറയുന്നത് ഉത്തർപ്രദേശ്, എം ഫോർ മഹാരാഷ്ട്ര, ബി ഫോർ ബീഹാർ, എ ഫോർ ആന്ധ്രാപ്രദേശ്, കെ ഫോർ കർണാടക, ടി ഫോർ തെലങ്കാന. അപ്പോൾ ഇത്രയും 6 സ്റ്റേറ്റ്സിലാണ് ഇന്ത്യയിൽ ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ളത്. ഉമ്പക്കേട്ടി. 23. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി പി കെ തുംഗം കമ്മിറ്റിയാണ്. 1988 പി കെ തുംഗം കമ്മിറ്റി പ്രകാരമാണ് നമ്മുടെ ഭരണഘടനയിൽ 73, 74 ഭേദഗതിയൊക്കെ നടക്കുന്നത്. അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി
കിട്ടിയ ഭേദഗതികളാണ് 73ഉം 74ഉം. അതിന് കാരണമായ കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റി 1988. ഇനി നമുക്ക് കുറേ കമ്മിറ്റികളുണ്ട്. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം കുറേ കമ്മിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഈ കമ്മിറ്റികളെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് കാലഗണനാ ക്രമത്തിൽ ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് ഉണ്ട്, ബാക്സ് എന്ന് വെച്ചാൽ ബി ഫോർ ബൽവന്തറായി മേത്ത കമ്മിറ്റി. ആദ്യത്തെ കമ്മിറ്റി 1957 നടക്കുന്നത്. പിന്നെ എ ഫോർ അശോക് മേത്ത കമ്മിറ്റി 1977 നടക്കുന്നു. ജി ഫോർ ജി വി കെ റാവു കമ്മിറ്റി 1985. ദെൻ എസ് LM സിംഗ്വി കമ്മിറ്റി 1986. ശേഷം ലാസ്റ്റാണ് 1988 തുങ്കൻ കമ്മിറ്റി. അപ്പോൾ 1987 ബൽവന്തറായി മേത്ത കമ്മിറ്റി, 1977 അശോക് മേത്ത കമ്മിറ്റി, 1985 ജി വി കെ റാവു കമ്മിറ്റി, 1986 LM സിംഗ്വി കമ്മിറ്റി, 1988 തുങ്കൻ കമ്മിറ്റി. ഇതിൽ ത്രിതല പഞ്ചായത്തിന്റെ ബൽവന്തറായി മേത്ത കമ്മിറ്റിയും ദ്വിതല പഞ്ചായത്തിന്റെ അശോക് മേത്ത കമ്മിറ്റിയുമാണ്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവരുടെ പേരുകൾ ആലോചിക്കുകയാണെങ്കിൽ, ബൽവന്തറായി മേത്ത കമ്മിറ്റിയിൽ അയാൾക്ക് മൂന്ന് പേര് ചേർന്നിട്ട് അയാൾക്ക് ഒരു പേരായി മാറുന്നത് ബൽവന്ത് റായി മേത്ത. അങ്ങനെയാണ് ത്രിതല പഞ്ചായത്ത് ബൽവന്തറായി മേത്ത കമ്മിറ്റിയും. എന്നാൽ അശോക് മേത്തയാണെങ്കിലോ, ഈ മേത്തക്ക് അശോകും മേത്ത എന്ന് പറയുന്ന 2 സംഭവങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് ദ്വിതല പഞ്ചായത്ത് മുന്നോട്ട് വെച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. ഇനി ജി വി കെ റാവു കമ്മിറ്റി 1985 ആസൂത്രണ കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് ജി വി കെ റാവു കമ്മിറ്റി. പഞ്ചായത്തുകളെ വേരുകളില്ലാത്ത പുല്ല്, ഗ്രാസ് വിത്തൗട്ട് റൂട്ട്സ് എന്ന് വിശേഷിപ്പിച്ച കമ്മിറ്റിയാണ് ജി വി കെ റാവു കമ്മിറ്റി. 24 ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയത്? ആൻസർ ബി ആണ്, 6. ആർട്ടിക്കിൾ 19 ഭരണഘടന നിലവിൽ വരുമ്പോൾ നമുക്ക് 7 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നൽകുന്നുണ്ട്. പക്ഷെ നിലവിൽ ആർട്ടിക്കിൾ 19 പ്രകാരം നമുക്ക് 6 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് നൽകുന്നത്. ഓക്കെ, ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 7 സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. 1978 44 ഭേദഗതിയിലൂടെ മൊറാർജി ദേശായി ഗവൺമെന്റിന്റെ സമയത്ത് റൈറ്റ് ടു പ്രോപ്പർട്ടി മൗലികാവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. ഇപ്പോൾ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? 3 രീതിയിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്. 5 രീതിയിൽ അയാൾക്ക് പൗരത്വം നേടാം, 3 രീതിയിൽ നഷ്ടപ്പെടാം. എങ്ങനെയൊക്കെ അയാൾക്ക് പൗരത്വം നഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ, അയാൾ ഇപ്പോൾ വേറൊരു രാജ്യത്ത് പൗരത്വം സ്വീകരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ഈ ഇന്ത്യൻ പൗരത്വം വേണ്ടെങ്കിൽ അയാൾക്ക് സ്വമേധ പൗരത്വം ഉപേക്ഷിക്കുക. അതാണ് റിനൗൺസിയേഷൻ, അതായത് പൗരത്വം സ്വമേധ ഉപേക്ഷിക്കൽ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അയാളുടെ പൗരത്വം ഇല്ലാതാകലാണ്, ടെർമിനേഷൻ. അതായത് അയാൾ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചിട്ടില്ല, പക്ഷെ അയാൾ വേറൊരു രാജ്യത്ത് പൗരനായാൽ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് എന്ത് ചെയ്യും? ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. കാരണം ഇന്ത്യ ഏക പൗരത്വമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഇന്ത്യൻ പൗരന് വേറൊരു രാജ്യത്തും പൗരനാവാൻ പാടില്ല. അങ്ങനെയാണ് ടെർമിനേഷൻ സംഭവിക്കും. പിന്നെ വേറൊന്നാണ് സക്ക പൗരത്വം പിൻവലിക്കൽ, ഡെപ്രിവേഷൻ. അതായത് ഒരാൾ രാജ്യദ്രോഹ കുറ്റം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾ നേടിയ പൗരത്വം അയാൾ കള്ളത്തരം കാണിച്ചിട്ടാണ് അയാൾക്ക് കിട്ടിയത്, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ അറിയുകയാണെങ്കിൽ അയാളുടെ പൗരത്വം സർക്കാർ പിൻവലിക്കും. അതാണ് ഡെപ്രിവേഷൻ. ഇങ്ങനെ 3 തരത്തിലാണ് ഒരാൾക്ക് പൗരത്വം നഷ്ടപ്പെടുക. 26 സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഷയത്തിൽ പെടുന്നു? ആൻസർ സി ആണ്, കൺകറന്റ് ലിസ്റ്റ്. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും കൺകറന്റ് ലിസ്റ്റിലാണ്. 27 ABCD ഇവർ 4 പേരും സുഹൃത്തുക്കളാണ്. ഇതിൽ ഡി മറ്റു 3 പേരോടായി ചോദിച്ചു ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന്. എ പറഞ്ഞു രാജീവ് കുമാർ, ബി പറഞ്ഞു ജ്ഞാനേഷ് കുമാർ, സി പറഞ്ഞു DY ചന്ദ്രചൂഡ്. ഇനി ഇവർ മൂവരോടും ഡി പറഞ്ഞത് സഞ്ജീവ് ഖന്ന. ഇതിൽ ആരാണ് ശരി ഉത്തരം പറഞ്ഞത്? ആൻസർ ബി ആണ്, ബി പറഞ്ഞതാണ് ശരി. അതായത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് വെച്ചാൽ ജ്ഞാനേഷ് കുമാർ ആണ്. 28 താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന അവശ്യ യോഗ്യതകൾ? അതായത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒരാൾക്ക് മത്സരിക്കണമെങ്കിൽ അയാൾക്ക് വേണ്ട യോഗ്യതകൾ, അയാൾ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. പിന്നെ അയാൾ വോട്ടർ പട്ടികയിൽ അയാൾക്ക് പേരുണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തത് തെറ്റാണ്. കാരണം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ മത്സരിക്കാൻ വേണ്ടത് കുറഞ്ഞത് 21 വയസ്സാണ്. അയാൾക്ക് കുറഞ്ഞത് 21 വയസ്സ് പൂർത്തിയാവണം. അപ്പോൾ ആൻസർ ബി ആണ്, 1ഉം 3ഉമാണ് ശരി. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, അതായത് പഞ്ചായത്ത് നഗരസഭയിലേക്ക് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം 21 വയസ്സാണ്. 25 വയസ്സ് എന്നത് നിയമസഭയും ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായപരിധിയാണ്. ഇനി രാജ്യസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ 30 വയസ്സ്. പിന്നെ ഗവർണർ, പ്രസിഡന്റ് ആ ഒരു ഇതിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ 35 വയസ്സ്.
കുറഞ്ഞത് വേണം. 29 താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇതിൽ നമുക്കറിയാം ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റിയൊക്കെ പഞ്ചായത്ത് രാജ് ആയിട്ട് ബന്ധപ്പെട്ട് വന്ന കമ്മിറ്റികളാണ്. തുങ്കൻ കമ്മിറ്റിയും അത് തന്നെയാണ്. തുങ്കൻ കമ്മിറ്റിയാണ് ഭരണഘടനാ പദവി നൽകാൻ നിർദ്ദേശിച്ചത്. അങ്ങനെയാണ് ബൽവന്ത് റായ്, അശോക് മേത്ത, തുങ്കൻ കമ്മിറ്റിയൊക്കെ തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത് അതായത് രണ്ട് സർക്കാരുകൾ തമ്മിൽ, കേന്ദ്രവും സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ച കമ്മീഷനാണ് സക്കാരിയ കമ്മീഷൻ. അത് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നില്ല, കേന്ദ്ര സംസ്ഥാന ബന്ധവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 30 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെ? ആൻസർ ഡി ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമം. അതിൽ പ്രധാന വ്യവസ്ഥ നെൽവയൽ നികത്തുന്നത് തടയും, തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കും, നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. 31 രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബി ആണ്, 2 മാത്രം. വാർദ്ധക്യ സഹജമായ വൈകല്യം അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയ വയോശ്രീ യോജന. രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി വാർദ്ധക്യ സഹജമായ വൈകല്യം അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകരമായ ജീവിത ഉപകരണം നൽകുന്നതിന് സംബന്ധിച്ച് BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് കേൾവി സഹായി, വീൽ ചെയർ, കൃത്രിമ പല്ല് തുടങ്ങിയ ഉപകരണം സൗജന്യമായി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന. അതായത് BPL കാറ്റഗറിയിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് കേൾവി സഹായി, പിന്നെ വീൽ ചെയർ, കൃത്രിമ പല്ല് ഇവയൊക്കെ സൗജന്യമായി കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന. 32 മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? ആൻസർ എ ആണ്, സൈനോ ഏട്രിയൽ നോഡ് അല്ലെ SA നോഡ്. SA നോഡാണ് മനുഷ്യ ശരീരത്തിലെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. 33 സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ആൻസർ സി ആണ്, വിറ്റാമിൻ ഡി. അതായത് വിറ്റാമിൻ ഡി നമുക്ക് എങ്ങനെ കിട്ടുക? സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ രൂപീകരിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ഈ വിറ്റാമിൻ ഡി ആണ് നമ്മുടെ കാൽസ്യം ആഗിരണമൊക്കെ ഉത്തേജിപ്പിക്കുന്നത്. 34 പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ അതായത് മൈക്രോ ഓർഗാനിസം ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്? ആൻസർ ബി ആണ്, വിഘടനം, ഡീകമ്പോസിഷൻ. വിഘടനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ ജൈവ വസ്തുവിനെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകം രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ്. ഡോട്ട്സ് എന്നത് ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഡി ആണ്, ക്ഷയരോഗം, ട്യൂബർകുലോസിസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. ഇനി ആർട്ട് എന്ന് പറയുന്നത് ആന്റി റിട്രോവിയൽ തെറാപ്പിയാണ്, അത് എയ്ഡ്സിന്റെ ചികിത്സാ രീതിയാണ്. 36 കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യാൻ ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്? ആൻസർ സി ആണ്, ശൈലി. 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യാൻ വേണ്ടി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ശൈലി ആപ്പാണ്. 37 ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് HIV വൈറസ്. 37 ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ചോദിച്ചാൽ HIV വൈറസ് ആണ്. ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളെ അതായത് T ലിംഫോസൈറ്റിനെ നശിപ്പിക്കുക വഴി പ്രതിരോധ ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. 38ാമത്തെ ക്വസ്റ്റ്യൻ, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം? ആൻസർ ബി ആണ്, രണ്ടും എതിർദിശയിലായിരിക്കും. അതായത് നമുക്ക് ന്യൂട്ടന്റെ 3rd ലോ ഓഫ് ഇക്വേഷൻ ഉണ്ട്, അതായത് ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതായത് ഏത് പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടാകും. അപ്പോൾ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധമായിരിക്കും വിപരീതമായിരിക്കും അല്ലെ, തുല്യമായിരിക്കും പക്ഷെ വിപരീതമായിരിക്കും, അതായത് രണ്ടും എതിർദിശയിൽ. 39 ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ, അതായത് ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശ തീവ്രത വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ അവിടെ നിന്നും പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം വർദ്ധിക്കും. എന്നാൽ തീവ്രത വർദ്ധിക്കുന്നത് ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജത്തെ ബാധിക്കില്ല. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിരിക്കണം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ അവിടെ അവരുടെ ഗതികോർജ്ജം വർദ്ധിക്കുന്നില്ല, അതിലെ ഫോട്ടോണുകളുടെ എണ്ണമാണ് കൂടുന്നത്, ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് കൂടുന്നത്. അപ്പോൾ ഉത്സർജിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ ഉത്സർജിക്കുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും.
40. ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? അപ്പൊ ഇവിടെ നമുക്ക് മാസ് തന്നിട്ടുണ്ട്. വസ്തുവിന്റെ മാസ് 10 കിലോഗ്രാം ആണ്. എങ്കിൽ വസ്തുവിന്റെ ഭാരമാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം വെയിറ്റ് കാണാൻ്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് വെയിറ്റിന്റെ ഇക്വേഷൻ. അതായത് W ഈക്വൽ ടു എം ഇൻറ്റു ജി. അപ്പോൾ എം ഇൻറ്റു ജി ചെയ്യുമ്പോൾ മാസ് നമുക്ക് 10 അറിയാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതിനെ നമുക്ക് എന്താക്കാം, 9.8 എന്ന് പറഞ്ഞാൽ അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എം ഇൻറ്റു ജി ചെയ്യുമ്പോൾ 10 ഇൻറ്റു 10 ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് കാണാൻ പറ്റും. 100 ന്യൂട്ടൺ ആണ്. 100 ന്യൂട്ടൺ. 41. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറെട്ട്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? അവർക്ക് കിട്ടിയത് ആൻസർ ഡി, നൊബേൽ സമ്മാനം ഭൗതികശാസ്ത്രത്തിൽ. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറെട്ട്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് നൊബേൽ സമ്മാനം ഭൗതികശാസ്ത്രത്തിൽ. ഇതിന് നമുക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് 2 ജോണുകൾക്ക് മൈക്ക് കിട്ടി. 2 ജോണുകൾക്ക് മൈക്ക് കിട്ടി. അപ്പോൾ 2025 ഫിസിക്സ് നൊബേൽ ആർക്ക് കിട്ടുന്നത്? 2 ജോണുകൾക്ക് മൈക്ക് കിട്ടി. അത് 2 ജോണുണ്ട്. ജോൺ ക്ലാർക്കും ഉണ്ട്, ജോൺ മാർട്ടിനസും ഉണ്ട്. മൈക്കൽ ഡെവറോട്ട് കിട്ടിയെന്ന് വെച്ചാൽ അവർ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലാണ് ഈ നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ് അവരുടെ സബ്ജക്റ്റ്. അപ്പോൾ 2025 ഫിസിക്സ് നൊബേൽ കിട്ടിയ ആൾക്കാർ എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഓർക്കേണ്ടത് 2 ജോണുകൾക്ക് മൈക്ക് കിട്ടി. അപ്പോൾ 2 ജോൺ എന്ന് വെച്ചാൽ ജോൺ മാർട്ടിനസ് ഉണ്ട്, ജോൺ ക്ലാർക്ക് ഉണ്ട്, പിന്നെ മൈക്കൽ ഡെവറോട്ട് ഉണ്ട്. കിട്ടി എന്ന് പറയുമ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഇതാണ് 2025 ഫിസിക്സ് നൊബേൽ കിട്ടിയ ആൾക്കാർ. 42. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ട്രീഷ്യമാണ്. അതായത് 2 ന്യൂട്രോണുള്ള ട്രീഷ്യമാണ് ഏറ്റവും കുറവ് കാണപ്പെടുന്നത്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ആണ് ബോയിൽ നിയമം. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് വാതകത്തിന്റെ പ്രഷർ കൂടുകയാണെങ്കിൽ വ്യാപ്തം കുറയും, എന്നാൽ വാതകത്തിന്റെ പ്രഷർ കുറയുകയാണെങ്കിൽ വ്യാപ്തം കൂടും. ഇത് ആൻസർ ആണ് ബോയിൽ നിയമം. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇതിന് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പെട്ടെന്ന് ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, വെള്ളം ബോയിൽ ചെയ്യുമ്പോൾ കുമിള നമ്മൾ ശ്രദ്ധിക്കാറില്ലേ? അതായത് കുമിള താഴേന്ന് ചെറുതായിരിക്കും, പിന്നെ പ്രതലത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്താവും, കുമിളയുടെ വലുപ്പം കൂടും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ബോയിൽ നിയമം പറയുമ്പോൾ ആ കുമിളയുടെ വലുപ്പം കൂടി വരുന്നത് ആലോചിക്കുക. അതായത് ഒരു പാത്രത്തിന്റെ ഏറ്റവും അടിയിലായിരിക്കും പ്രഷർ, അവിടെ കുമിളക്ക് ചെറിയ വലുപ്പേ ഉള്ളൂ. പിന്നെ മേലോട്ടേക്ക് എത്തുമ്പോഴേക്കും ആ കുമിളയുടെ വലുപ്പം എന്താവും, വലുതാവും. ഇത് ശരിക്കും തിയററ്റിക്കലി കറക്റ്റ് അല്ല. ഞാൻ പെട്ടെന്ന് ബോയിൽ നിയമം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടുന്നുള്ള കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അതായത് ഒരു വെള്ളം ബോയിൽ ചെയ്യുമ്പോൾ ഏറ്റവും താഴെ ഒരു പാത്രത്തിലെ വെള്ളത്തിൽ ഏറ്റവും താഴെയായിരിക്കില്ലേ പ്രഷർ കൂടുതൽ. ഏറ്റവും എന്താ പറയുക, പ്രതലത്തിലുള്ള വെള്ളം എത്തുമ്പോഴേക്കും ഡെപ്ത് കുറയുന്നതുകൊണ്ട് ആ പ്രതലത്തിലുള്ള വെള്ളത്തിന് പ്രഷർ കുറവായിരിക്കും. അപ്പം ആഴത്തിലായിരിക്കുമല്ലോ പ്രഷർ ഉണ്ടാവുക. അപ്പോൾ ആഴത്തിലുണ്ടാകുന്ന കുമിളക്ക് എന്തായിരിക്കും, പ്രഷർ കൂടിയ ഭാഗത്തെ കുമിള ചെറുതായിരിക്കും. പ്രഷർ കുറഞ്ഞ് മേലോട്ടേക്ക് എത്തുന്ന കുമിള എന്താവും, വലുതായി വരും. അതായത് വോളിയം കൂടി വരും പ്രഷർ കുറയുമ്പോൾ. അതാണ് ബോയിൽ നിയമം എന്ന് പറയുമ്പോൾ ബോയിലിംഗ് ആലോചിക്കുക, കുമിളേനെ ആലോചിക്കുക. അങ്ങനെ നമുക്കത് കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആൻസർ ആണ് ബോയിൽ നിയമം. 44. ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിന്റെ ലവണ ലായനിയുടെ pH മൂല്യമാണ് 7നേക്കാൾ കുറവ്? ആൻസർ ബി ആണ്, അമോണിയം ക്ലോറൈഡ് ആണ്. കാരണം അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു അസിഡിക് സാൾട്ട് ആണ്. അപ്പോൾ pH 7നേക്കാൾ കുറവായിരിക്കാണ് അസിഡിക് സാധനങ്ങൾക്കാണല്ലോ. ആൽക്കലിക്ക് 7നേക്കാളും കൂടുതലും, അസിഡിക് സാധനങ്ങൾക്ക് 7നേക്കാളും കുറവും. അപ്പോൾ NH4Cl എന്ന് പറയുന്നത് ഒരു അസിഡിക് സാൾട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ pH മൂല്യം 7നേക്കാൾ കുറവായിരിക്കും. 45. 2025 രസാന്തര നൊബേൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ആൻസർ സി ആണ്, മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കിനാണ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്. ഇപ്പൊ നൊബേൽ തന്നെ ഒരു 2024 നൊബേലും ചോദിച്ചു, 2025 ഫിസിക്സും കെമിസ്ട്രിയും ചോദിച്ചു, 2024 സാമ്പത്തിക നൊബേലും ചോദിച്ചു, 2025 ഫിസിക്സും 2025 കെമിസ്ട്രിയും ചോദിച്ചു. 2025 രസാന്തര നൊബേൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കിന്റെ കണ്ടുപിടുത്തത്തിന്.
മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ ലോഹ അയോണുകളും ഓർഗാനിക് തന്മാത്രകളും ചേർന്ന് നിർമ്മിക്കുന്ന പ്രത്യേക ഘടനകളാണ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ. ലോഹ അയോണും ഓർഗാനിക് തന്മാത്രയും ചേർന്ന് നിർമ്മിക്കുന്ന ഘടനയാണ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. വാതകങ്ങൾ സംഭരിക്കാനും ജലം ശുദ്ധീകരിക്കാനും ഇവ ഉപയോഗിക്കുന്നു. അടുത്ത 46ാമത്തെ ക്വസ്റ്റ്യൻ. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നു നടിക്കുന്നു ചിലർ, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധവം. ഈ വരി ആരുടേതാണ്? ഇത് ജ്ഞാനപ്പാനയിലെ വരികളാണ്. എഴുതിയത് പൂന്താനം നമ്പൂതിരിയാണ്. ഭക്തകവി എന്നറിയപ്പെടുന്ന പൂന്താനം നമ്പൂതിരി എഴുതിയ വരികളാണ്. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നു നടിക്കുന്നത് ചിലർ, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധവം. ഇവിടെ ഗർദ്ധവം എന്ന അർത്ഥം കഴുത എന്നാണ്. ഗർദ്ധവം എന്ന് വെച്ചാൽ കഴുത. 47. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം. 37ാമത് ജിമ്മി ജോർജ് അവാർഡ് കിട്ടിയത് ആൻസർ ഡി ആണ്, എൽദോസ് പോൾ ആണ്. ട്രിപ്പിൾ ജംപ് താരമാണ് എൽദോസ് പോൾ. അതുപോലെ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി അത്ലറ്റ് കൂടിയാണ് എൽദോസ് പോൾ. അപ്പോൾ 37ാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചത് എൽദോസ് പോളിന്. ട്രിപ്പിൾ ജംപ് താരം, കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി അത്ലറ്റ്, ആദ്യ മലയാളി അത്ലറ്റ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ആൻസർ എ ആണ്, ചിറക്കൽ, കണ്ണൂരാണ്. കേരള ഫോക്ലോർ അക്കാദമി ആസ്ഥാനം ചിറക്കൽ, കണ്ണൂർ. ചെറുതുരുത്തി കലാമണ്ഡലത്തിന്റെ ആസ്ഥാനമാണ്. അതുപോലെ തുഞ്ചൻ സ്മാരകം തിരൂരിലും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ കലാമണ്ഡലം ആസ്ഥാനം ചെറുതുരുത്തി തൃശ്ശൂർ, തുഞ്ചൻ സ്മാരകം തിരൂര് മലപ്പുറം. 49. തപ്പുകൊട്ടി മേളമൊരുക്കി താളവടിവിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവി തുള്ളി കോലം തുള്ളലിലേക്ക്. കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ആൻസർ ബി ആണ്, പടയണി. കവുങ്ങിൻ പാളയിൽ കോലങ്ങൾ വെട്ടിയെടുക്കുന്നത് പടയണിയിലാണ്. കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ നിർമ്മിക്കുന്നത്. ഇത് പടയണിയിലാണ്. അപ്പോൾ ഇത് പടയണി കലാരൂപം. കവുങ്ങിൻ പാളയിൽ കോലങ്ങൾ വരുന്നത് എവിടെയാണ്? പടയണിയിൽ. 50. മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ടക്കഥ കൃത്തുകളെയും അവരുടെ ആട്ടക്കഥകളും ചുവടെ കൊടുക്കുന്നു. ഇവയിൽ ശരിയായത് ചേർത്ത് എഴുതിയത് ഏതൊക്കെയാന്ന് വെച്ചാൽ ശരിയായിട്ടുള്ളത് ആൻസർ സി ആണ്. 3ഉം 4ഉമാണ് ശരി. അതായത് കോട്ടയത്ത് തമ്പുരാനാണ് കല്യാണ സൗഗന്ധികം ആട്ടക്കഥ രചിച്ചത്. അതുപോലെ ഉണ്ണായി വാര്യരുടെ ആട്ടക്കഥയാണ് നളചരിതം. കോട്ടയത്ത് തമ്പുരാന്റെ ആട്ടക്കഥയാണ് കല്യാണ സൗഗന്ധികം. കല്യാണ സൗഗന്ധികം തുള്ളൽ കുഞ്ചൻ നമ്പ്യാരുടേതാണ്. എന്നാൽ കല്യാണ സൗഗന്ധികം ആട്ടക്കഥ കോട്ടയത്ത് തമ്പുരാൻ. ഉണ്ണായി വാര്യരുടെ ആട്ടക്കഥയാണ് നളചരിതം. അപ്പോൾ കോട്ടയത്ത് തമ്പുരാന്റെ മറ്റ് ആട്ടക്കഥകൾ ചോദിക്കുകയാണെങ്കിൽ കല്യാണ സൗഗന്ധികം, ഭഗവതം, കിർമീരവധം. കല്യാണ സൗഗന്ധികം, ഭഗവതം, കിർമീരവധം കൃതികളൊക്കെ കോട്ടയത്ത് തമ്പുരാൻ. ഉണ്ണായി വാര്യരുടേതാണെങ്കിൽ നളചരിതം. പിന്നെ കഥകളി സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കൃതിയായി നളചരിതം കണക്കാക്കപ്പെടുന്നു. ഇരയിമൻ തമ്പിയുടെ ആട്ടക്കഥയാണ് ഉത്തരാ സ്വയംവരം. ഉത്തരാ സ്വയംവരം ആരുടേതാണ്? ഇരയിമൻ തമ്പി. അശ്വതി തിരുനാളിൻ്റെതാണ് അംബരീഷ ചരിതം. 51 മാത്സ് ആണ്. 51 ആൻസർ സി ആണ്. 52ന്റെ ആൻസർ എ ആണ്. 53ന്റെ ആൻസർ ഡി ആണ്. 54ന്റെ ആൻസർ എ ആണ്. 55ന്റെ ആൻസർ ബി ആണ്. 56ന്റെ ആൻസർ ഡി ആണ്. 57ന്റെ ആൻസർ എ ആണ്. 58ന്റെ ആൻസർ ബി ആണ്. 59ന്റെ ആൻസർ എ ആണ്. 60ന്റെ ആൻസർ ഡി ആണ്. 61 ചൂസ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഇഡിയം ബ്ലൂ ബ്ലഡ്. ബ്ലൂ ബ്ലഡ് എന്ന് വെച്ചാൽ ഉന്നത കുലത്തിൽ അല്ലെങ്കിൽ പ്രഭു കുടുംബത്തിൽ ജനിച്ച വ്യക്തികളെയാണ് നമ്മൾ ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആൻസർ സി ആണ്, അരിസ്റ്റോക്രാറ്റ് ആണ്. അപ്പോൾ ഇഡിയം ബ്ലൂ ബ്ലഡ് ആരെയാ സൂചിപ്പിക്കുന്നത്? ആൻ അരിസ്റ്റോക്രാറ്റ്. 62 ഇഫ് ഐ ഹാഡ് നോൺ യു വെർ ഇൻ ഹോസ്പിറ്റൽ ഐ ഡാഷ് യു. ഇവിടെ ഈഫിന്റെ കേസിൽ നമ്മുടെ ഈഫിന്റെ കൂടെ ഹാഡ് വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഷോർട്ടായിട്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഈഫിന്റെ കൂടെ ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ കേസിൽ എന്ത് വേണം? വുഡ് ഹാവ് പ്ലസ് V3 വേണം. ഈഫിന്റെ കൂടെ ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തെ കേസിൽ വുഡ് ഹാവ് V3 വേണം. അങ്ങനെ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് ആലോചിക്കുക. അതായത് ഇവിടെ നമുക്ക് തന്നത് ഇഫ് ഐ ഹാഡ് നോൺ യു വർ ഇൻ ഹോസ്പിറ്റൽ ഐ ഡാഷ് യു. ഇതൊരു തേർഡ് കണ്ടീഷണൽ വാക്യമാണ്. ഈഫ് ഭാഗത്ത് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നാൽ മറുഭാഗത്ത് വുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരണം. അപ്പോൾ ഇവിടെ വുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എവിടെയാണ് വരുന്നത്? സിയിലാണ്. വുഡ് പ്ലസ് ഹാവ് ഡിയിലും വരുന്നുണ്ട്. പക്ഷെ വിസിറ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ല. വിസിറ്റ് എന്ന് പറയുന്നത് ഒരു V1 ഫോമിലാണുള്ളത്. വിസിറ്റിന്റെ V2 ഫോമാണ് വിസിറ്റഡ്.
അപ്പോൾ അവിടെ നമുക്ക് വേണ്ട പാസ്റ്റ് ഫോമാണ്, അതുകൊണ്ട് വിസിറ്റഡ്. അപ്പോൾ ആൻസർ സി ആണ്, വുഡ് ഹാവ് പ്ലസ് വിസിറ്റഡ് ആണ്. ഇനി 63, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. ദിസ് ഈസ് ആൻ അച്ചീവ്മെന്റ് ഡാഷ് ഐ ആം പ്രൗഡ്. ഇവിടെ ദിസ് ഈസ് ആൻ അച്ചീവ്മെന്റ് ഓഫ് വിച്ച് ഐ ആം പ്രൗഡ് എന്നാണ് വേണ്ടത്. അതായത് പ്രൗഡ് എപ്പോഴും പ്രൗഡിന്റെ കൂടെ ഓഫ് എന്നുള്ള പ്രപ്പോസിഷൻ ആണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ആൻസർ ഡിയിലാണ് ഓഫ് ഉള്ളത്. പ്രൗഡിന്റെ കൂടെ എപ്പോഴും എന്ത് വേണം, ഓഫ് എന്നുള്ള പ്രപ്പോസിഷൻ വരണം. അപ്പോൾ ദിസ് ഈസ് ആൻ അച്ചീവ്മെന്റ് ഓഫ് വിച്ച് ഐ ആം പ്രൗഡ്, ഓഫ് വിച്ച് ഐ ആം പ്രൗഡഡ്. പ്രൗഡ് എന്ന വാക്കിന് എപ്പോഴും ഓഫ് പ്രപ്പോസിഷൻ ആണ് വരിക. അതിനാൽ ഇവിടെ ഓഫ് വിച്ച് എന്നതാണ് ശരി. ഇനി റിപ്പോർട്ട് ദ ഫോളോയിങ് സെന്റൻസ്. ഡോണ്ട് ടച്ച് മീ ഹീ സെയ്ഡ് ടു ഹെർ. ഇവിടെ ഡോണ്ട് ടച്ച് മീ ഹീ സെയ്ഡ് ടു ഹെർ ഇതൊരു ഇംപറേറ്റീവ് വാക്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശരിയാണ്. ഇവിടെ ഡോണ്ട് ടച്ച് മീ എന്ന് പറയുമ്പം ഇംപറേറ്റീവ് ആണല്ലോ, അതായത് വെർബിൽ തുടങ്ങുന്ന വാക്യങ്ങളെയാണ് നമ്മൾ ഇംപറേറ്റീവ് എന്ന് പറയുക. അപ്പോൾ ഡോണ്ട് ടച്ച് മീ എന്നുള്ള ഇംപറേറ്റീവിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇംപറേറ്റീവ് അല്ലേ, അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നോട്ട് ടു എന്ന് വേണം. അപ്പോൾ ഇവിടെ നോട്ട് ടു വരുന്നത് എവിടെയാ, സിയിലാണ്. അപ്പോൾ ഹീ ടോൾഡ് ഹെർ നോട്ട് ടു ടച്ച് ഹിം. 65, ദ തണ്ടർ ഗ്രാജുവലി ഡാഷ് ആൻഡ് ഇറ്റ്സ് റംബ്ലിംഗ് ഈസ് ഹേർഡ് ഫാർ എവേ ബിയോണ്ട് ദ വില്ലേജ്. ദ തണ്ടർ ഗ്രാജുവലി ഡാഷ്, അതായത് കുറഞ്ഞു വന്നു എന്നുള്ള മീനിങ്ങിലാണ് അബെയ്റ്റ്സ്. ആൻസർ ബി ആണ്. ദ തണ്ടർ എന്നത് ഒരു ഏകവചനമായ, ഇവിടെ എയും ബിയിലും അബെയ്റ്റ് ആണുള്ളത്. എയിൽ പ്ലൂറൽ അബെയ്റ്റും ബിയിൽ സിംഗുലർ അബെയ്റ്റും ആണ്. അപ്പോൾ ദ തണ്ടർ എന്ന് പറയുന്നത് ഏകവചനമായതിനാൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം, സിംഗുലർ അബെയ്റ്റ് ഉപയോഗിക്കണം, അതായത് അബെയ്റ്റ്സ് ഉപയോഗിക്കണം. അപ്പോൾ ആൻസർ ബി. അബെയ്റ്റിൻ്റെ മീനിങ് കുറഞ്ഞു വരിക എന്നുള്ളത്. തണ്ടർ ഗ്രാജുവലി അബെയ്റ്റ്സ്, അതായത് തണ്ടർ എന്ത് ചെയ്ത് ഗ്രാജുവലി ക്രമേണ കുറഞ്ഞു വന്നു. ആൻഡ് ഇറ്റ്സ് റംബ്ലിംഗ് ഈസ് ഹേർഡ് ഫാർ അവേ ബിയോണ്ട് ദ വില്ലേജ്. കുറയുക അല്ലെങ്കിൽ ശാന്തമാക്കുക എന്നതാണ് അബെയ്റ്റ്സിൻ്റെ അർത്ഥം. 66, ഐഡന്റിഫൈ ദ ആന്റോണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ദ കമ്പനി മെയ്ഡ് ആൻ എനോർമസ് പ്രോഫിറ്റ് ലാസ്റ്റ് ഇയർ. എനോർമസ് എന്ന് വെച്ചാൽ ഭയങ്കര വലുതായിട്ടുള്ള, അതായത് അതിൻ്റെ ആന്റോണിയമാണ് ചോദിച്ചത്. അപ്പോൾ എനോർമസ് എന്ന് വെച്ചാൽ വളരെ വലുത്, ഡിമിനിറ്റീവ് എന്ന് വെച്ചാൽ വളരെ ചെറുത്. അപ്പോൾ എനോർമസിൻ്റെ ഓപ്പോസിറ്റ് ഡിമിനിറ്റീവ്. എനോർമസിൻ്റെ ഓപ്പോസിറ്റാണ് ഡിമിനിറ്റീവ്. എനോർമസ് വളരെ വലുത്, ഡിമിനിറ്റീവ് വളരെ ചെറുത്. ഐഡന്റിഫൈ ദ അഫിർമേറ്റീവ് സെൻറ്റൻസ്. അഫിർമേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ അഫിർമേറ്റീവ് എന്ന് പറയുക. അതായത് നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ കാണില്ലേ, അപ്പോൾ അഫിർമേഷൻസ് എന്ന് പറഞ്ഞിട്ട് പോസിറ്റിവിറ്റി തരുന്ന വീഡിയോസ്. അപ്പോൾ അഫിർമേറ്റീവ് സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ആൻസർ സി ആണ്. സി, ദ ബോയ്സ് ഡു ഡെയറിങ് ടാസ്ക്. ഡെയറിങ് എന്ന് വെച്ചാൽ ധൈര്യമുള്ള അല്ലെങ്കിൽ റിസ്ക് ആയിട്ടുള്ള ടാസ്ക് ഇല്ലേ, അങ്ങനെ ബോയ്സ് ഡു ഡെയറിങ് ടാസ്ക്. ഇനി എ എന്ന് പറയുന്ന സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ ദർ ഈസ് ഹാർഡ്ലി എനിത്തിങ് ഗുഡ് ഇൻ ദ ഫ്രിഡ്ജ്. ഹാർഡ്ലി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വേർഡാണ്, ഒന്നും ഇല്ല എന്നുള്ള മീനിങ് തന്നെയാണ്, ഇല്ല എന്നുള്ള മീനിങ്ങിൽ ഉപയോഗിക്കുന്നതാണ് ഹാർഡ്ലി. അപ്പോൾ ഹാർഡ്ലി നെഗറ്റീവ് ആണ്. അതുപോലെ ദർ ആർ ഫ്യൂ സ്നേക്സ് ഇൻ ദ ഗാർഡൻ, അതും നെഗറ്റീവാണ്. ഫ്യൂ എന്ന് വെച്ചാൽ പോസിറ്റീവാണ്, പക്ഷെ ഫ്യൂ ആണെങ്കിൽ നെഗറ്റീവാണ്. അപ്പോൾ ഫ്യൂ ഉപയോഗിച്ചതുകൊണ്ട് അതും നെഗറ്റീവായി. പിന്നെ ഡി, ആൻസർ ഡി, ഹി ഹാഡ് സ്കാസ്ലി ഇനഫ് മണി. അപ്പോൾ സ്കാസ്ലി എന്ന് പറയുന്നതും ഇല്ല എന്നുള്ള മീനിങ് ആണ്, അതുകൊണ്ട് അതും ഒരു നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചാൽ ആ സെൻറ്റൻസ് നെഗറ്റീവ് ആവും. ഹാർഡ്ലി, സ്കാസ്ലി, റെയർലി, ഫ്യൂ, പിന്നെ നത്തിങ്, അതൊക്കെ നെഗറ്റീവ് വേർഡ്സ് ആണ്. അപ്പോൾ അത് വന്നാൽ ആ സെൻറ്റൻസ് അഫിർമേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കില്ല. അപ്പോൾ ആൻസർ സി ആണ്. 68, നോബഡി നോസ് ദ ആൻസർ. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് വേണ്ടത്. അപ്പോൾ നോബഡി നോസ് ദ ആൻസർ. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ്സ് വരുമ്പോൾ നോസ് എന്ന് പറയുന്ന വേർബ് എന്ന് പറയുന്നത് ശരിക്കും ഡസ് പ്ലസ് നോ ആണ്. ഡസ് പ്ലസ് നോയാണ് നോസ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന ദേ അല്ലേ വരേണ്ടത്. നോബഡീൻ്റെ കൂടെ നോബഡി ക്വസ്റ്റ്യൻ ടാഗിൽ വരുമ്പോൾ ദേ എന്നുള്ള മീനിങ്ങിൽ വരും. അത് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ദേൻ്റെ കൂടെ എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, ഡസ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ദേൻ്റെ കൂടെ നമുക്ക് ഡൂവേ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഇതിൽ നോബഡി എന്നുള്ളത് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ നെഗറ്റീവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഡോണ്ട് ദേയും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഡൂ ദേ ആയിരിക്കും. അതായത് ക്വസ്റ്റ്യൻ ടാഗ് സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായാലും പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള എയും ബിയും ഡിയും ഉപയോഗിക്കാൻ പറ്റും. അതിൽ എയിലും ബിയിലും ഡിയിലും ഈ നോസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ ഡസ് പ്ലസ് നോ ആണെന്നറിയാം. അപ്പോൾ ഡസ് പ്ലസ് നോ
ആവുമ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് വരണം, ഡു അല്ലെങ്കിൽ ഡസ് വരണം. അപ്പോൾ നമുക്ക് എയും ബിയിലും ഏതെങ്കിലും ഒന്നാണെന്ന് അറിയാം. ഇനി ഇവിടെ നമുക്ക് ദേ ആണ് വന്നിട്ടുള്ളത്. ദേ എന്ന് പറയുന്നത് പ്ലൂറലാണ്. പ്ലൂറലിൻ്റെ കൂടെ നമ്മൾ എന്തേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഡൂവേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആൻസർ ഡു ദേ. 69 ചൂസ് ദ കറക്റ്റ് വേർഡാണ്. അതായത് സൈമുൾട്ടാനിയസിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിക്കുന്നത്. ആൻസർ ബി ആണ്. SIMULTANEOUS ആണ് സൈമുൾട്ടാനിയസ്. 71 ശരിയായ പദം 70 എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് സ്റ്റാർസ് ആൻഡ് യൂണിവേഴ്സ്. സ്റ്റാർസിനെയും യൂണിവേഴ്സിനെയും പ്രപഞ്ചത്തിനെയും നക്ഷത്രത്തിനെയും കുറിച്ച് പഠിക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും, ആസ്ട്രോണമർ. 71 ശരിയായ പദം ഏത്, ആൻസർ ഡി ആണ്, വൃഷ്ടി. സമൃദ്ധം എന്ന പദത്തിന്റെ വിപരീതം വിവൃതം. വിവൃതം എന്ന് വെച്ചാൽ തുറന്നത്. സമൃദ്ധം ആവരണം ചെയ്യപ്പെട്ടതാണെങ്കിൽ വിവൃതം തുറന്നതാണ്. സമൃദ്ധം ഓപ്പോസിറ്റ് വിവൃതം. താഴെ പറയുന്നവയിൽ തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ലേഖകൻ ലേഖികയാണ്. പിന്നെ ശരിയായത് വിദ്വാൻ വിദൂഷി, പതി പത്നി, മകൻ മകൾ, ലേഖകൻ ലേഖിക. ഒഴിച്ചുകൂടാനാവാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് അത്യന്താപേക്ഷിതം. ഒഴിച്ചുകൂടാനാവാത്തത് അത്യന്താപേക്ഷിതം. ആ പ്ലസ് ആളാണ് അയാൾ. ആ പ്ലസ് ആൾ അയാൾ. ഇനി 76 താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനം അല്ലാത്തതേത്, ആൻസർ ഡി ആണ്, ആൺമക്കൾ. അലിംഗ ബഹുവചനം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ബഹുവചനം കണ്ടാൽ നമുക്കിത് അവരുടെ ലിംഗം, അതായത് ആണാണോ പെണ്ണാണോ സ്ത്രീയാണോ പുരുഷനാണോ അങ്ങനത്തെ സംഭവം നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തേതാണ് അലിംഗ ബഹുവചനം. അപ്പോൾ ഇവിടെ ആൻസർ ഡി, ആൺമക്കൾ എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാലോ, ആൺകുട്ടികളെയാണ് ആൺമക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ലിംഗത്തിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അലിംഗ ബഹുവചനം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഡി ആണ്, ആൺമക്കൾ. അതൊരു സലിംഗ ബഹുവചനമാണ്. അതായത് അവിടെ നമുക്ക് ആൺമക്കൾ പെൺമക്കൾ എന്ന് പറഞ്ഞിട്ട് 2 കാറ്റഗറി കിട്ടും. മക്കൾ എന്ന അലിംഗ ബഹുവചനത്തിന്റെ സലിംഗ ബഹുവചനങ്ങളാണ് ആൺമക്കളും പെൺമക്കളും. 77 ശരീരം എന്ന വാക്കിന്റെ ശരിയായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഏതാണ്. ഇവിടെ ആൻസർ ചേഞ്ച് ആണ് സംഭവിച്ചത്. ആദ്യം ആൻസർ സി ആയിരുന്നു, 1ഉം 2ഉമായിരുന്നു. അതായത് ഗാത്രം, മേനി, കായം, വബുസാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഉണ്ട് എന്നതാണ് ആൻസർ ഫൈനൽ കീയിൽ വന്നത്. അതായത് ശരീരത്തിന്റെ പര്യായം ഗാത്രം, മേനി, കായം, വബുസ്, ആകൃതി, രൂപം. 78 ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്, ആൻസർ ബി ആണ്, അത്യധികം വിഷമിക്കുക. നന്നായി വിഷമിക്കുക എന്ന മീനിങ് ആണ് ചക്രശ്വാസം വലിക്കുക. 79 പിരിച്ചെഴുതുക, അത്യന്തം. അതി പ്ലസ് അന്തമാണ് അത്യന്തം. ആൻസർ സി ആണ്, അതി പ്ലസ് അന്തം. 80 പ്രിയാമ്പിൾ എന്നതിന്റെ മലയാള പരിഭാഷ ആൻസർ ബി ആണ്, ആമുഖം. ആമുഖമാണ് പ്രിയാമ്പിൾ. ഇനി 81 കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം. ആൻസർ ബി ആണ്, 1991. കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം 1991. 82 കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആൻസർ ഡി ആണ്, മലപ്പുറം. കേരളത്തിൽ നിലവിൽ പുരുഷ തടവുകാർക്കായി എത്ര തുറന്ന ജയിലുകളുണ്ട്, ഒന്ന് തെക്കേറ്റത്തും വടക്കേറ്റത്തും, അങ്ങനെ 2 എണ്ണമാണ് ഉള്ളത്. നെട്ടുകാൽ, തേരി, തിരുവനന്തപുരം, ചീമേനി, കാസർഗോഡ് എന്നിവയാണ് പുരുഷന്മാർക്കുള്ള 2 തുറന്ന ജയിലുകൾ. 84 തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ്. ആൻസർ സി, 6 മാസം. 85 നിലവിൽ ജയിൽ വകുപ്പ് മേധാവി. ആൻസർ എ ആണ്, ബൽറാം കുമാർ ഉപാധ്യായ. 86 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്. ആൻസർ ബി, മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ്. 87 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്. ആൻസർ സി ആണ്, മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ്. കേന്ദ്ര സർക്കാർ പാസാക്കിയ ഈ നിയമത്തിലെ സെക്ഷൻ 21 പ്രകാരമാണ് ഓരോ സംസ്ഥാനത്തും മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. കേരളത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1998 ഡിസംബർ 11. താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത്. ആൻസർ എ ആണ്, വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്. ഇതൊക്കെ ഏതിന്റെ പരിധിയിലാണ്, മനുഷ്യാവകാശ പരിധിയിലാണ്. വോട്ടവകാശമൊക്കെ നിയമാവകാശമാണ്. അപ്പോൾ ആൻസർ എ ആണ്, വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ് മനുഷ്യാവകാശ നിർവചന പരിധിയിൽ വരുന്നു. 89 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്ര വർഷം. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയാണ്. 2019 ഭേദഗതി പ്രകാരമാണ് കാലാവധി 5 വർഷത്തിൽ നിന്നും 3 വർഷമായി കുറച്ചത്. ഇപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ ചെയർമാന്റെയും
അംഗങ്ങളുടെയും കാലാവധി 3 അല്ലെങ്കിൽ 70 വയസ്സ്. 90. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്നും പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴാണ്? ആൻസർ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. കമ്മീഷൻ അംഗം പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുന്നു. ആ കാലയളവിൽ പുറത്തു നിന്നുള്ള ശമ്പളമുള്ള ജോലിയിൽ ഏർപ്പെടുന്നു. അംഗം മാനസികമോ ശാരീരികമോ ആയ ബലഹീനത കാരണം അയോഗ്യനായി കണക്കാക്കപ്പെടുന്നു. അംഗത്തിന്റെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ ഒരു യോഗ്യതയുള്ള കോടതി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അംഗം ധാർമ്മിക അരാജകത്വം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുന്നു എങ്കിൽ ഇത്തരം കേസസിൽ ഒരു മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗത്തിനെ പുറത്താക്കാം. 91. വിവരാവകാശ നിയമത്തിന്റെ ഏത് വകുപ്പ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഇളവ് നൽകുന്നു? ആൻസർ സി ആണ്. വകുപ്പ് 8.1. വിവരാവകാശ നിയമത്തിലെ 8.1 വകുപ്പ് വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഇളവ് നൽകുന്നു. 92. വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8.1 ജി പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് ഇളവ് അനുവദിക്കുന്നത്? ആൻസർ ബി ആണ്. വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 8.1 ജി പ്രകാരം വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഇളവ് നൽകുന്നു. എന്തിനു വേണ്ടിയിട്ട്? 8.1 ജി പ്രകാരം വ്യക്തിയുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ. 93. ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമനത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ സി ആണ്. പ്രധാനമന്ത്രി. അതായത് ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുമ്പോൾ ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും. ആ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയായിരിക്കും. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ, അതായത് വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിനുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവും കേന്ദ്രമന്ത്രിയും. ഒരു കേന്ദ്രമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും അടങ്ങുന്ന 3 അംഗ സെലക്ഷൻ കമ്മിറ്റിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിനുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നത്. 94 ആൻസർ ചേഞ്ച് ആണ്. വിവരാവകാശ നിയമപ്രകാരം വകുപ്പ് 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏതു തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ എ ആണ്. സ്വകാര്യ വ്യക്തികളുടെ പകർപ്പവകാശം. അപ്പോൾ വിവരാവകാശ നിയമം വകുപ്പ് 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏതു തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്വകാര്യ വ്യക്തിയുടെ പകർപ്പവകാശം. 95. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം എന്നതിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ആൻസർ ഡി ആണ്. എല്ലാം വരും. രേഖ, ഇമെയില്, സർക്കുലർ, ഓർഡർ, ലോങ് ബുക്ക്, പത്രക്കുറിപ്പ്, റിപ്പോർട്ട്, സാമ്പിള്, ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡാറ്റ മെറ്റീരിയൽ, ഇവയൊക്കെ എന്തിൽ വരും? വിവരത്തിൽ വരും. ഈ വിവരമൊക്കെ നമുക്ക് ആവശ്യപ്പെടാം. 96. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബി ആണ്. മാനസിക സമ്മർദ്ദം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് മാനസിക സമ്മർദ്ദമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫ്രോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പ്രവർത്തിക്കുന്നത് ഏതു ഘടകമാണ്? ആൻസർ ബി ആണ്. ഈഗോ. ഫ്രോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പ്രവർത്തിക്കുന്നത് ഏത് ഘടകം? ആൻസർ ബി ഈഗോ. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിൽ കൈനസ്തെറ്റിക് എന്നത് എന്താണ്? ആൻസർ ഡി ആണ്. ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കൽ. 99. ഉത്കണ്ഠയെ ഏറ്റവും ശരിയായി വിവരിക്കുന്നത് ഇതിലേതാണ്? ആൻസർ ബി ആണ്. ഭയം, സംഘർഷം, ചിന്ത. 100. അഭിപ്രേരണ എന്നത് എന്തിനെ കുറിച്ചാണ്? ആൻസർ ബി. പ്രവർത്തിക്കാനുള്ള പ്രചോദനം. താങ്ക് യു.